നേരത്തെ വന്ദേ ഭാരതാണ് ഏറ്റവും ഒടുവിൽ അതിലെ കടന്നുപോയത്. മറ്റു ട്രെയിനുകൾ പിന്നീട് പോയിട്ടില്ല അല്ലേ? ഇതെപ്പോൾ പൂർത്തിയാകുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും ഇല്ല. ഇത് 5:30 എന്നാണ് ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ പോലും അത് 5:30 നീളും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇതിന്റെ പ്രാഥമിക നടപടികൾ മാത്രമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി, അതായത് നേരത്തെ ഇവിടെ ഈ അപകടം നടക്കുന്ന സമയത്ത് തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിയ ഒരു ട്രെയിനാണിത്, ഈ ഗുഡ്സ് ട്രെയിൻ. അത് ആ ട്രാക്കിൽ കൃത്യസമയത്ത് അവിടെ അങ്ങോട്ടേക്ക് വലിച്ച് നിർത്തിയതുകൊണ്ട് അപകടങ്ങളൊക്കെ ഒഴിവായി എന്നാണ് ഈ സമീപവാസികളും അതോടൊപ്പം കണ്ടിരുന്ന ആളുകളും ഒക്കെ പറയുന്നത്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നടപടി ഈ ഷണ്ടിങ് ട്രെയിൻ, അതായത് ഈ തിട്ടയിലേക്ക് ഇടിച്ചു കയറിയ, റെയിൽപാളത്തിൽ നിന്ന് തിട്ടയിലേക്ക് ഇടിച്ചു കയറിയ ഈ ട്രെയിനിന്റെ എഞ്ചിൻ അത് അങ്ങോട്ടേക്ക് പൂർണ്ണമായും വലിച്ചു മാറ്റി ആ ട്രാക്ക് ക്ലിയർ ചെയ്യണം. ആ ട്രാക്ക് ക്ലിയർ ചെയ്താൽ മാത്രമേ ട്രെയിൻ ഗതാഗതം പൂർണ്ണ രീതിയിലേക്ക് മാറ്റാനാകുകയുള്ളൂ. അതല്ലാത്തിടത്തോളം സമയം ഈ ട്രെയിനിന്റെ സമയം ഇങ്ങനെ വൈകിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ചും ഇപ്പോൾ വന്ദേ ഭാരത് തന്നെ ഏകദേശം 1 മണിക്കൂറോളമാണ് ഈ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടതിനെ തുടർന്ന് കളമശ്ശേരി ഭാഗത്ത് പിടിച്ചിട്ടിരുന്നത്. ഏറ്റവും ഒടുവിൽ അപ്പുറത്തെ ലൈൻ, അതായത് ഡൗൺ ലൈൻ ക്ലിയർ ചെയ്ത ശേഷമാണ് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് വന്ദേ ഭാരത് യാത്ര ആരംഭിച്ചത്. ഇനിയിപ്പോൾ തൃശ്ശൂരിൽ ഭാഗത്തുനിന്ന് എറണാകുളത്തേക്ക് ധാരാളം വാഹനങ്ങൾ വരാനുണ്ട്. എറണാകുളത്ത് നിന്ന് ധാരാളം വാഹനങ്ങൾ തൃശ്ശൂരിലേക്ക് പോകേണ്ട ഒരു പ്രധാനപ്പെട്ട സമയം കൂടിയാണിത്. അതെല്ലാം ഇനി സിംഗിൾ ലൈനിലൂടെ ആയിരിക്കും. ഈ പണി പൂർത്തിയാകുന്നതുവരെ അതെല്ലാം സിംഗിൾ ലൈനിലൂടെ ആയിരിക്കും. അതിൻ്റെതായ വൈകലായിരിക്കും ഓരോ ട്രെയിനും ഉണ്ടാകുക. ഏതൊക്കെ ട്രെയിൻ എത്ര സമയം വൈകും എന്ന കാര്യത്തിൽ ഒരു ഔദ്യോഗിക പ്രതികരണത്തിന് ഇതുവരെ റെയിൽവേ തയ്യാറായിട്ടില്ല. അത് അവർക്ക് കൃത്യമായൊരു വിവരം അതുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പ്രത്യേകിച്ച് സിംഗിൾ ലൈനിലൂടെ പോകുമ്പോൾ സ്വാഭാവികമായും ഈ ട്രെയിനുകൾ അവിടെ ഇവിടെയൊക്കെ പിടിച്ച് ഇട്ട് ഒരു വശത്ത് നിന്ന് അങ്ങോട്ടേക്കുള്ള ട്രെയിൻ പോയ ശേഷം മാത്രമേ മറുവശത്തു നിന്നുള്ള ട്രെയിൻ യാത്ര ആരംഭിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെതായ ഡിലേ ഒക്കെ ഉണ്ടാകും. അത് ഒരു 2-3 മണിക്കൂറൊക്കെ ആ ഡിലേ ഉണ്ടാകുമെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇതൊരു പക്ഷേ രാത്രി വരെ നീണ്ടാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് ഈ റെയിൽവേ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോഴൊക്കെ ലഭ്യമാകുന്ന വിവരം. മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളതും ഏറ്റവും ആശ്വാസകരമായ കാര്യമാണ്. കാരണം ഈ ട്രാക്കിലേക്കൊക്കെ വാഹനം കയറി മറ്റ് എന്തെങ്കിലുമൊക്കെ അപകടങ്ങളിലേക്കൊന്നും പോയില്ല. ട്രെയിൻ മറിയുന്ന സാഹചര്യമൊന്നും ഉണ്ടായില്ല. ഈ തിട്ടയിൽ കയറി ട്രെയിൻ നിൽക്കുകയായിരുന്നു. നമ്മുടെ ഒറ്റക്കാഴ്ചയിൽ ആ ട്രാക്കിന് കാര്യമായ പ്രശ്നങ്ങളില്ല എന്ന് തോന്നുന്നു അല്ലേ? റെയിൽ പാളത്തിന് കാര്യമായ പ്രശ്നമില്ലെന്ന് തോന്നുന്നു അല്ലേ? നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. അത് തീരുമാനിക്കേണ്ടത് റെയിൽവേയുടെ സുരക്ഷാ വിഭാഗം, എഞ്ചിനീയറിംഗ് വിഭാഗമാണ്. പക്ഷേ നമുക്ക് കാണുമ്പോൾ അങ്ങനെ ട്രാക്കിൽ എന്തെങ്കിലും ഗുരുതരമായ പ്രശ്നമുള്ളതായി കാഴ്ചയിൽ മനസ്സിലാകുന്നില്ല അല്ലേ? ട്രാക്കിൽ നിലവിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളതായി കാണുന്നില്ല.